ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 32-ാം അധ്യായം. കപില ഉവാച. അദയോ ഗൃഹമേദീയാൻ ധർമാനേവാവസൻ ഗൃഹേ കാമമർത്ഥം ച ധർമാംശ്ച ദോഗ്ധിഭൂയ പിബർത്തിതാൻ. കപില ഭഗവാൻ പറഞ്ഞു, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ സങ്കല്പങ്ങളാണ് ബലഭേദത്തെ ജനിപ്പിക്കുന്നത്. ബലകാംക്ഷയോട് ചെയ്യുന്ന കർമ്മങ്ങൾ സകാമങ്ങളെന്നും ഈശ്വരപ്രീത്യർത്ഥം ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കാമങ്ങളെന്നും നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ സകാമന്മാരുടെ ഗതിയെ പറയുന്നു. ഭാര്യാസ്വീകാരം ചെയ്ത് ഗൃഹത്തിലിരുന്ന് ഗൃഹസ്ഥാശ്രമികൾക്ക് വേദം വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെ തന്നെ ചെയ്യുന്ന പുരുഷൻ ഭോഗസാധനങ്ങളെയും ധനത്തെയും ധർമ്മങ്ങളെയും കർമ്മഫലങ്ങളായി അനുഭവിക്കുന്നു. പിന്നെയും അവയെ തന്നെ അനുഷ്ഠിക്കുകയും ആ ഫലങ്ങളെ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു. പശുക്കളെ പാലിക്കുന്നവൻ പാൽ കറന്നനുഭവിക്കുന്നു. അതിനുള്ള ആഗ്രഹത്താൽ പിന്നെയും പശുക്കളെ മേയ്ക്കുന്നു, പാൽ കറന്നെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തന്നെ ഗൃഹസ്ഥനും ഗൃഹോചിത ധർമ്മങ്ങളെ നടത്തുന്നു. കാമം, അർത്ഥം, ധർമ്മം എന്ന 3 പുരുഷാർത്ഥങ്ങളെ അനുഭവിക്കുന്നു. വീണ്ടും ഇതിനെ തന്നെ ആവർത്തിക്കുന്നു. സചാപി ഭഗവത് ധർമാത് കാമമൂഢ പരാങ്മുഖഃ യജതേ ക്രതുഭിർദേവാൻ പിതൃംശ്ച ശ്രദ്ധയാന്വിതഃ. വിഷയഭോഗാഗ്രഹം നിമിത്തം വിചാരശക്തിയെ ഉപയോഗിപ്പാൻ അശക്തനായതിനാൽ ഈശ്വരനെ ആരാധിക്കുന്നതിൽ മനസ്സിരുത്താതിരിക്കുന്ന ആ പുരുഷൻ പിതൃക്കളും ദേവന്മാരും അവൻ ആഗ്രഹിക്കുന്ന ഭോഗങ്ങളെ നൽകുവാൻ ശക്തന്മാരാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെയും ശ്രാദ്ധങ്ങൾ കൊണ്ട് പിതൃക്കളെയും ആരാധിക്കുന്നു. തച്ഛ്രദ്ധയാക്രാന്തമതി പിതൃദേവവ്രതപുമാൻ ഗത്വാ ചാന്ദ്രമസം ലോകം സോമപ പുനരേഷ്യതി. ദേവന്മാരിലും പിതൃക്കളിലും പൂർണ്ണമായ വിശ്വാസമുള്ളതിനാൽ അവരെ ആരാധിക്കുന്നതിൽ തന്നെ ദൃഢനിശ്ചയരൂപമായ വ്രതത്തെ അനുഷ്ഠിക്കുന്ന ആ പുരുഷൻ മരണാനന്തരം ചന്ദ്രലോകത്തെ പ്രാപിക്കുകയും അവിടെ അമൃതപാനം മുതലായ ദേവഭോഗങ്ങളെ അനുഭവിക്കുകയും ചെയ്ത ശേഷം പിന്നെയും മനുഷ്യലോകത്തിൽ ജനിക്കുന്നു. യഥാ ചാഹീന്ദ്രശയ്യായാം ശേദേനന്ദാസനോ ഹരിഃ തഥാ ലോകാലയം യാന്തി തയേതേ ഗൃഹമേദിനാം. ലോകരക്ഷാധികാരിയായ ഭഗവാൻ ശ്രീഹരി എപ്പോൾ ആദിശേഷനാകുന്ന ശയ്യയിൽ യോഗനിദ്രയെ അനുഭവിക്കുവാനായി ശയിക്കുന്നുവോ ആ കാലത്തിൽ ഗൃഹസ്ഥാശ്രമികളുടെ പ്രാപ്യസ്ഥാനങ്ങളായിരിക്കുന്ന പുണ്യലോകങ്ങളും നശിക്കുന്നു. ഏസോദ്ധർമാന്ന ദുഹ്യന്തി ധീരാ കാമാർത്ഥഹേതവേ നിസ്സംഗാന്യസ്തകർമാണഃ പ്രശാന്ത ശുദ്ധചേതസഃ നിവൃത്തിധർമ്മനിരതാ നിർമ്മമാ നിരഹംകൃതാഃ സ്വധർമാഖ്യേന സത്വേന പരിശുദ്ധേന ചേതസാ സൂര്യദ്വാരേണ തേ യാന്തി പുരുഷം വിശ്വതോമുഖം പരാവരേശം പ്രകൃതിം അസ്യോത്പത്യന്തഭാവനം. ഇന്ദ്രിയങ്ങളെ കീഴടക്കുവാൻ ബുദ്ധിശക്തിയെ ഉപയോഗിക്കുന്ന യാതൊരു ധീരന്മാർ അവരനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെ വിഷയസുഖലാഭത്തിനായിട്ട് സങ്കല്പിക്കാതെയും വിഷയങ്ങളിൽ മനസ്സിരുത്താതെയും ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് കർമ്മങ്ങളെ സമർപ്പിച്ചും ചഞ്ചലിക്കുന്ന മനസ്സിനെ അടക്കി പരിശുദ്ധമാക്കിയും അതിനുപകരിക്കുന്ന ഭഗവത് കഥാശ്രവണ കീർത്തനാദികളാകുന്ന നിവൃത്തിമാർഗത്തിൽ പരിശ്രമിച്ചും ധനധാന്യ ഗൃഹാരാമാദി സുഖ സാധനകളെക്കുറിച്ച് എൻ്റേതെന്നും ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും അഭിമാനിക്കാതെ സ്വധർമാനുഷ്ഠാനരൂപമായ നിഷ്കാമ കർമ്മത്താൽ പരിശുദ്ധമായും സത്വഗുണപ്രധാന രൂപവുമായ ചിത്തത്തോടുകൂടി ഇരിക്കുന്നുവോ അവർ ഭൗതികത്തെ ഉപേക്ഷിക്കുന്ന കാലത്തിൽ സൂര്യമാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് ലോകങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനും പ്രകൃതിയുടെ നിയന്താവും സർവത്ര പരിപൂർണനുമായിരിക്കുന്ന ഈശ്വരനെ പ്രാപിക്കുന്നു. ദിപരാർദ്ധാവസാനേയ പ്രളയോ ബ്രഹ്മണസ്തുതേ താവദധ്യാസതേ ലോകം പരസ്യ പരചിന്തകാഃ. യാതൊരുത്തർ ബ്രഹ്മാവിനെ സർവേശ്വരഭാവത്തോടുകൂടെ ഉപാസിക്കുന്നുവോ അവർ ബ്രഹ്മാവിൻ്റെ പ്രളയം വരെ ബ്രഹ്മലോകത്തിൽ വസിക്കുന്നു. 2 പരാർദ്ധമാണ് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം. അതിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവ് ശ്രീ ഭഗവാനിൽ ലയിക്കും. ഇതാണ് ബ്രഹ്മപ്രളയം എന്ന് പറയപ്പെടുന്നത്. ബ്രഹ്മാവിനെ ഉപാസനം ചെയ്തുകൊണ്ട് ആയുഷ്കാലത്തെ കഴിച്ച ജീവാത്മാക്കൾ അവരുടെ ഉപാധിയോടുകൂടെ ബ്രഹ്മലോകത്തിൽ പരമസുഖാനുഭവത്തോടുകൂടെ ബ്രഹ്മപ്രളയം വരെ വസിക്കും.
ശ്മാംബോനലാ നിലവിയന്മന ഇന്ദ്രിയാർത്ഥ ഭൂതാദിഭിപരിവൃതം പ്രതിസഞ്ചിഹീർഷുഃ അവ്യാകൃതം വിശദിയർഹി ഗുണത്രയാത്മാ കാലം പരാഖ്യമനുഭൂയ പരസ്വയംഭൂഃ. ഗുണത്രയാത്മകമായ പ്രപഞ്ചം സ്വശരീരമെന്നുള്ള അഭിമാനത്തോടു കൂടിയിരിക്കുന്ന പരമചൈതന്യത്തെ ബ്രഹ്മാവെന്നു പറയുന്നു. ആ ദേവൻ്റെ പരമാവധി ഭൂതനായ കാലത്തിന് ദ്വിപരാർദ്ധകാലമെന്നു പേർ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളായ ശബ്ദാദികൾ, അഹങ്കാരം എന്നിവയോടുകൂടിയ ബ്രഹ്മാണ്ഡമാകുന്ന സ്വശരീരത്തെ സംഹരിപ്പാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ഇന്ദ്രാദി ദേവന്മാരിൽ വെച്ചും ഉത്കൃഷ്ടനായിരിക്കുന്ന ബ്രഹ്മദേവൻ സർവവികാരശൂന്യമായിരിക്കുന്നതിനാൽ അവ്യാകൃതമെന്ന് പറയപ്പെടുന്ന പരമേശ്വരനെ ഏതു കാലത്തിൽ പ്രാപിക്കുന്നുവോ, പരമേശ്വരനിൽ സ്വചേതനം ലയിക്കുന്നുവോ അതിനെ ബ്രഹ്മപ്രളയം എന്ന് പറയുന്നു. ബ്രഹ്മാവിന് ഈ ഇച്ഛയുണ്ടാകുന്നത് സൃഷ്ടി ആരംഭിച്ചിട്ട് ദ്വിപരാർദ്ധകാലം കഴിയുമ്പോഴാകുന്നു. അതിനാൽ ഈ കാലത്തെ ബ്രഹ്മാവിൻ്റെ പരമായുസ്സായിട്ട് ഗണിച്ചിരിക്കുന്നു. ഏവം പരേത്യ ഭഗവന്തമനുപ്രവിഷ്ട യേ യോഗിനോജിതമരുന്മനസോ വിരാഗാഃ തേനൈവ സാകമമൃതം പുരുഷം പുരാണം ബ്രഹ്മപ്രധാനമുഭയാന്ത്യഗതാഭിമാനാഃ. ബ്രഹ്മാവിനെ പരമേശ്വര ഭാവനയോടുകൂടി ഉപാസന ചെയ്തുകൊണ്ട് ജീവിതകാലത്തെ കഴിച്ച് ഭൗതികത്തെ ഉപേക്ഷിച്ച ശേഷം ആ ഉപാസനയാൽ പ്രാപ്യസ്ഥാനമായ ബ്രഹ്മലോകത്തെ പ്രാപിച്ചും അവിടെയുള്ള സുഖത്തിൽ ആഗ്രഹത്തോടും ആ സ്വരൂപത്തിൽ അഭിമാനത്തോടും കൂടിയിരുന്ന യോഗികൾ ഇപ്പോൾ പ്രാണജയദ്വാര മനസ്സിനെയും ജയിച്ചവരായതിനാൽ ആ സ്ഥാനത്തിലും രൂപത്തിലും സുഖാനുഭവത്തിലും ആശയും അഭിമാനവും നശിച്ചവരായി ഭവിച്ചിരിക്കയാൽ ബ്രഹ്മാവിനോടുകൂടെ അവരും പരമപുരുഷാർത്ഥ ബലഭൂതനും ആനന്ദസ്വരൂപനും നിത്യനുമായ ഭഗവാനോട് ചേരുന്നു. പിന്നെ അവർക്ക് സംസാരപ്രാപ്തിയില്ല. അതദം സർവഭൂതാനാം ഹൃത്പത്മേഷു കൃതാലയം ശ്രുതാനുഭാവം ശരണം വ്രജഭാവേന ഭാമിനി. ബ്രഹ്മാവിനെ സർവേശ്വര ഭാവനയാൽ സേവിക്കുന്നവർ ബ്രഹ്മാവിനോടുകൂടെ ഭഗവാനെ പ്രാപിക്കും. ഭഗവാനെ തന്നെ നേരിട്ട് ഭജിക്കുന്നവർ അവരുടെ ഭൗതികത്യാഗാനന്തരക്ഷണം ഭഗവാനോട് ചേരുന്നു. അതിനാൽ പരിശുദ്ധയായ ഹേ മാതാവേ, സകലഭൂതങ്ങളുടെ ഹൃദയഗുഹയിൽ അഭേദേന നിരന്തരം പ്രകാശിക്കുന്ന ആ പരമപുരുഷനെ തന്നെ പരമപ്രേമലക്ഷണയായ ഭക്തിയോടുകൂടെ ശരണം പ്രാപിച്ചാലും ആ ഭഗവാന്റെ മാഹാത്മ്യം ഏതുവിധമാണെന്ന് എന്നിൽ നിന്നു കേട്ടതിനെ മനനാദികളാൽ ഉറപ്പിച്ച് ഭക്തവത്സലനായ പരമേശ്വരനെ സർവോപരിയായി സ്നേഹിച്ചുകൊണ്ട് പരമപ്രാപ്യസ്ഥാനമായി ആശ്രയിച്ചുകൊള്ളുക. ആദ്യസ്ഥിരചരാണാം യോ വേദഗർഭസഹർഷിഭിഃ യോഗേശ്വരൈ കുമാരാദ്യൈ സിദ്ധ്യൈരോഗപ്രവർത്തകൈഃ ഭേദദൃഷ്ട്യാഭിമാനേന നിസ്സംഗേനാഭികർമ്മണ കർത്തൃത്വ സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭം സസംസൃത്യ പുനഃ കാലേ കാലേനേശ്വരമൂർത്തിന ജാതേ ഗുണവ്യതികരേ യഥാപൂർവം പ്രജായതേ. സർവത്തെയും ഭഗവാൻ എന്നു മാത്രം അറിയുന്നതല്ലാതെ ഭഗവൽ ഭിന്നമായിട്ട് ഭാവനയുണ്ടായതിനാൽ ബ്രഹ്മവാദികൾക്ക് കൂടെ പുനരാവൃത്തി ഭവിക്കുന്നു. പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് പറയണമോ? അതുകൊണ്ട് സർവാത്മഭാവേന ഭജിക്കണമെന്ന് ഉപദേശിക്കുന്നു. സ്ഥിരങ്ങളും ചരങ്ങളുമായ ലോകങ്ങളുടെ ആദിയിലുണ്ടായ ബ്രഹ്മാവും കൂടെ അഭിമാനത്താൽ സംഭവിച്ച ഭേദഭാവനയാൽ വീണ്ടും ബ്രഹ്മാവായിട്ടു തന്നെ അവതരിക്കേണ്ടി വരുന്നു. വേദം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനാൽ ജ്ഞാനസ്വരൂപൻ എന്നു തന്നെ പറയാം. യോഗേശ്വരന്മാരും ലോകത്തിൽ യോഗത്തെ പ്രവർത്തിപ്പിക്കുന്നവരും ആത്മഭൂതന്മാരുമായ സനകാദി യോഗികളും ഋഷികളും ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചവരാകുന്നു. സൃഷ്ടി വ്യാപാരത്തിൽ നിന്ന് ബലം സിദ്ധിക്കണമെന്നുള്ള കൽപ്പന കൂടാതെ തന്നെ ലോക സൃഷ്ടി ചെയ്യുന്നു. എങ്കിലും ഞാനാണ് സൃഷ്ടിക്കുന്നവൻ എന്ന് അഭിമാനിക്കുക നിമിത്തം ഈശ്വരനിൽ ലയിച്ചതിൽ പിന്നെ രണ്ടാമതും ബ്രഹ്മാവായി അവതരിക്കുന്നു. ഈശ്വര സ്വരൂപമായി തന്നെ ഇരിക്കുന്ന കാലത്തിൽ സകല ലോകത്തെയും അടക്കിയിരിക്കുന്ന പ്രകൃതിയുടെ ഗുണസാമ്യാവസ്ഥയ്ക്ക് ക്ഷോഭം സംഭവിക്കും. അപ്പോൾ സർവ്വജീവസ്ഥാനഭൂതനായ ബ്രഹ്മദേവൻ ഭഗവാനിൽ നിന്നും ഭിന്നനായി അവതരിക്കും. സർവ്വജീവ ശരീരാത്മകമായ ബ്രഹ്മാണ്ടത്തെ സ്വശരീരമായിട്ടും സൃഷ്ടിയിൽ കർത്തൃത്വം തനിക്കാണെന്നും അഭിമാനിച്ചതാണ് പുനരുത്ഭവത്തിനു കാരണം. ഐശ്വര്യം പാരമേഷ്ട്യം ജാതേഭി ധർമ്മവിനിർമ്മിതം നിഷേവ്യ പുനരായാന്തി ഗുണവ്യതികരേ സതി.
ബ്രഹ്മലോകത്തെ പ്രാപിച്ചിരിക്കുന്ന ആ പുണ്യജീവന്മാരും അവരുടെ ധർമാനുഷ്ഠാനങ്ങളുടെ ബലമായിരിക്കുന്നതും ബ്രഹ്മാവിൻ്റെ ലോകത്തിലുള്ളതുമായ സുഖസമൃദ്ധിയെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഗുണസമ്മേളന നിമിത്തം പ്രകൃതിയിൽ ക്ഷോഭം സംഭവിക്കുകയും സൃഷ്ടി ആരംഭിക്കുകയും ചെയ്യുമ്പോൾ പിന്നെയും മനുഷ്യലോകത്തിലേക്ക് വരുന്നു. ഏത്യുഹാസക്ത മനസഃ കർമ്മസു ശ്രദ്ധയാന്വിതാഃ കുർവന്ത്യപ്രതിഷിദ്ധാനി നിത്യാന്യഭിചകൃഷ്ണശഃ. ഈ ലോകസുഖഭോഗങ്ങളിൽ അത്യന്തം ആസക്തിയുള്ള യാതൊരുത്തർ അതാത് ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതിനായി നിശ്ചയിക്കപ്പെട്ടവയും വേദത്താൽ നിഷേധിക്കപ്പെടാത്തവയുമായ കാമ്യകർമ്മങ്ങളെയും സന്ധ്യാവന്ദനാദികളായ നിത്യകർമ്മങ്ങളെയും അത്യന്തം ശ്രദ്ധയോടുകൂടെ അനുഷ്ഠിക്കുന്നുവോ, രജസ കുണ്ഡമനസഃ കാമാത്മാനോ ജിതേന്ദ്രിയാഃ പിതൃൻ യജന്ത്യനുദിനം ഗൃഹേഷു വിരതാശയാഃ. രജോ ഗുണം അധികരിക്കുക നിമിത്തം വിഷയങ്ങളെക്കുറിച്ച് ചലിക്കുന്ന മനസ്സോടു കൂടിയവരാകയാൽ എപ്പോഴും ഓരോന്നിനെ ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ളവരും ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവരും ഗൃഹസുഖങ്ങളിൽ ഏറ്റവും ആനന്ദിക്കുന്നവരുമായ യാതൊരുവർ നിത്യവും ശ്രാദ്ധാദികളായ പൂജാവിധികളാൽ പിതൃദേവന്മാരെ പൂജിക്കുന്നുവോ, ത്രൈർവർഗികാസ്തേ പുരുഷ വിമുഖാ ഹരിമേധസഃ കഥായാം കഥനീയോരു വിക്രമസ്യ മധുദ്ദിശഃ. നൂനം ദൈവേന വിഹതാ യേ ചാച്യുത കഥാസുതാം ഹിത്വാ ശൃണ്വന്ത്യ സദ്ഗാഥാഃ പുരീഷമിവ വിഡ്ഭുജഃ. ദക്ഷിണേന പദാര്യംണ പിതൃലോകം വ്രജന്തി തേ പ്രജാമനുപ്രജായന്തേ ശ്മശാനാന്തക്രിയാകൃതാഃ. ധർമാർത്ഥ കാമങ്ങളെന്ന 3 പുരുഷാർത്ഥങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്നവരും ഭക്തന്മാരുടെ സംസാരക്ലേശത്തെ നിശേഷം സംഹരിക്കുന്ന കരുണാനിധിയും കീർത്തിപ്പാൻ യോഗ്യങ്ങളായ അസാധാരണ കർമ്മങ്ങളെ ഭക്തസംരക്ഷണത്തിനായി നടത്തുന്നവനുമായ ശ്രീഹരിയുടെ കഥയിൽ ശ്രദ്ധിക്കാത്തവരും നാശരഹിതനായിരിക്കുന്ന ഭഗവാന്റെ അമൃതസമാന കഥയെ ഉപേക്ഷിച്ചിട്ട് പന്നി മുതലായ മൃഗാദികൾ സ്വാദ്വന്നത്തെ വെടിഞ്ഞു മലത്തെ സ്വീകരിക്കുന്ന മട്ടിൽ അസൽ കഥകളെ കേൾക്കുന്നവരും യാതൊരുത്തരോ അവർ അവരുടെ പ്രാരബ്ധ കർമ്മബലരൂപമായ വിധിയാൽ ഹനിക്കപ്പെട്ടവരാണെന്നറിയണം. എന്തുകൊണ്ടെന്നാൽ അവർക്ക് സംസാരോപരിധി സിദ്ധിക്കുകയില്ല. അവർ ദക്ഷിണമാർഗത്തിൽ കൂടെ പിതൃദേവനായിരിക്കുന്ന അര്യമാവിൻ്റെ ലോകത്തെ പ്രാപിക്കും, പിന്നെയും ജനിക്കും. ഗർഭധാനം മുതൽ മരണം വരെ നടത്തേണ്ടതായ കർമ്മങ്ങളെ ബലകാംക്ഷയോടുകൂടെ നടത്തും, മരിക്കും, പിന്നെയും ജനിക്കും. ഇങ്ങനെ സംസാരചക്രഭ്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ ഗതിക്കൊരവസാനവുമില്ല. തതസ്തേ ക്ഷീണസുഹൃതാഃ പുനർലോകമിമം സതി പതന്തി വിവശാദേവൈഃ സദ്യോ വിഭ്രംശിതോദയാഃ. അല്ലയോ പരമപരിശുദ്ധയായ ജനനി, പിതൃലോകത്തിൽ വസിപ്പാനുള്ള പുണ്യം അവിടുത്തെ ഭോഗാനുഭവത്താൽ ക്രമത്തിൽ കുറഞ്ഞു വരുമ്പോൾ ആ ലോകത്തിലെ അധിപന്മാരായ ദേവന്മാർ ഈ ക്ഷീണസുഹൃതന്മാരായ ജീവാത്മാക്കളെ ആ ലോകത്തിൽ നിന്ന് പിന്നെയും ഈ ലോകത്തിലേക്ക് അയക്കുന്നു. അസ്വതന്ത്രന്മാരായ ഈ ജീവന്മാർ ഈ ലോകത്തിൽ പിന്നെയും ശരീരത്തെ ധരിക്കുന്നു. ഒരു ജന്മത്തിൽ പുത്രന്മാരായി ഇരിക്കുന്നവരായിരിക്കാം പിന്നത്തെ ജന്മത്തിൽ ഇവരുടെ മാതാപിതാക്കന്മാരായി വരുന്നവർ. തസ്മാത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം തദ്ഗുണാശ്രയയാ ഭക്ത്യാ ഭജനീയ പദാംബുജം. അതുകൊണ്ട് ഹേ മാതാവേ, ഭവതി ഭജിപ്പാൻ യോഗ്യമായ പാദപത്മത്തോടുകൂടിയ പരമേശ്വരനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തിവാത്സല്യാദികളായ കല്യാണ ഗുണങ്ങളുടെ ശ്രവണത്താൽ ഉണ്ടാകുന്നതായ പരമപ്രേമത്തെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടും സർവാത്മാവായിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയെന്നുള്ള ഉറപ്പോടുകൂടിയും അനന്യഭാവേന ഭജിച്ചുകൊള്ളുക. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. ജ്ഞാനം കൊണ്ടല്ലേ മോക്ഷം, ഭക്തി കൊണ്ട് മോക്ഷം എങ്ങനെ സിദ്ധിക്കും എന്ന് ശങ്കിക്കേണ്ട. സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെക്കുറിച്ചുള്ള പരമപ്രേമലക്ഷണയായ ഭക്തി ദൃഢപ്പെട്ടു വരുമ്പോൾ തുച്ഛങ്ങളായ വിഷയസുഖങ്ങളിൽ വിരക്തിയും തന്നിമിത്തം ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായിരിക്കുന്ന ആത്മസ്വരൂപബോധവും താനേ തന്നെ ഉണ്ടാകും. വൈരാഗ്യജ്ഞാനങ്ങളെ ജനിപ്പിക്കുവാൻ സമർത്ഥയായ ഭക്തി ഉണ്ടാകയാൽ മോക്ഷം സിദ്ധിക്കുമെന്ന് പറഞ്ഞതിൽ സംശയിക്കാതിരിക്കണമെന്ന് സാരം. ഉപാധിയായ ബുദ്ധിയുടെ രാഗാദിദോഷം നീങ്ങുമ്പോൾ പരമാനന്ദം അനുഭവപ്പെടും. അതുതന്നെ ബ്രഹ്മദർശനം. യഥാസ്യ ചിത്തമർത്ഥേഷു സമേഷിന്ദ്രിയവൃത്തിഭിഃ ന വിഗൃഹ്ണാതി വൈഷമ്യം പ്രിയമപ്രിയമിത്യുദാ.
സത്തദൈവാത്മനാത്മാനം നിസ്സംഗം സമദർശനം ഹേയോപാദേയരഹിതം ആരൂഢം പദമീക്ഷതേ. ശബ്ദാദികളായ അർത്ഥങ്ങൾ സമങ്ങളായിരിക്കെ ഇന്ദ്രിയവൃത്തികളോടുള്ള ചേർച്ച നിമിത്തം മനസ്സ് ഈ ശബ്ദം പ്രിയം, ഈ സ്പർശം സുഖകരം, ഇത് അപ്രിയം എന്നിങ്ങനെ ഉണ്ടായിരുന്ന വൈഷമ്യത്തെ എപ്പോൾ ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ ചഞ്ചലത എന്ന ദോഷത്തിൽ നിന്ന് വിട്ടിരിക്കുന്ന ഇവൻ്റെ ശുദ്ധമായ ചിത്തം ആത്മസ്വരൂപത്തെ ദർശിക്കുന്നു. ചിത്തത്തിൽ ആത്മസ്വരൂപം അനുഭവപ്പെടുന്നു. അപ്പോൾ ആത്മാവ് ശബ്ദാദി വിഷയങ്ങളോട് ചേരാതെ എങ്ങും സമമായും എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതായും ഇരിക്കുന്നുവെന്നും ഇതിൽ ഉപേക്ഷിക്കത്തക്കതോ ഗ്രഹിക്കത്തക്കതോ ആയിട്ടൊന്നുമില്ലെന്നും ഒന്നിനോടും ചേരാതെ സർവാതീതമായിരിക്കുന്ന പരമപദം അതുതന്നെയെന്നും അറിയുന്നു. ഈ അറിവ് തന്നെ ആത്മസാക്ഷാത്കാരമെന്ന് പറയപ്പെടുന്നത്. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വര പുമാൻ ദൃശ്യാദിബി പൃഥക് ഭാവേർ ഭഗവാനെ ഗയീയതേ. സർവഭൂതങ്ങളിലും സമസ്വരൂപനായിരിക്കുന്നുവെന്ന് പറഞ്ഞതിനെ വിവരിച്ചുപദേശിക്കുന്നു. ജ്ഞാനമാകുന്ന സ്വരൂപത്തോടുകൂടിയ പരമാർത്ഥ വസ്തു ഏകം മാത്രമാകുന്നു. അത് ദൃശ്യം, ദ്രഷ്ടാവ്, ദർശനാദികൾക്കുപയോഗമായിരിക്കുന്ന നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ എന്ന രൂപത്തിൽ അനേകമായിട്ട് കാണപ്പെടുന്നു. ആ ഏക പരമാർത്ഥ വസ്തുവിനെ തന്നെ ഉപനിഷത്തുക്കളിൽ ബ്രഹ്മം എന്നും യോഗശാസ്ത്രത്തിൽ പരമാത്മാവ് ഈശ്വരൻ എന്നും സാംഖ്യശാസ്ത്രത്തിൽ പുരുഷൻ പുമാൻ എന്നും ഭക്തിശാസ്ത്രത്തിൽ ഭഗവാൻ എന്നും ഭിന്ന ശബ്ദങ്ങളാൽ പ്രസിദ്ധനായിട്ടുമിരിക്കുന്നു. ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിനഃ യുജ്യതേ വിമതോപ്യർത്ഥോ യതസ്സംഗസ്തു കൃഷ്ണശഃ. ബ്രഹ്മപ്രാപ്തിക്ക് ഉപായങ്ങളായി പറയപ്പെടുന്ന ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, കർമ്മയോഗം, ഭക്തിയോഗം എന്നിങ്ങനെയുള്ള സകല യോഗങ്ങൾ കൊണ്ടും യോഗികൾ സാധിക്കുന്ന സംഗതി ഒന്നു മാത്രമാകുന്നു. ആയത് സർവത്തിൽ നിന്നും ആസക്തി ഇല്ലാത്തവനായിരിക്കുക എന്നതുതന്നെ. അത് സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ മീതെ സാധിക്കേണ്ടതായിട്ടൊന്നുമില്ല. ബ്രഹ്മമേ സർവമായിരിക്കെ ഓരോന്നിൽ പ്രിയാഭിമാനവും മറ്റോരോന്നിൽ അപ്രിയാഭിമാനവും തോന്നുന്നതിനെ പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞാൽ യോഗം കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. നിത്യസിദ്ധമായിരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തെ നിരോധിക്കുന്നത് വിഷയാസക്തി എന്ന മനോദോഷമാകുന്നു. അതിനെ ജയിപ്പാനുള്ള ഉപായത്തെ യോഗമെന്ന് പറയുന്നു. അല്ലാതെ യോഗം കൊണ്ട് ബ്രഹ്മത്തെ പ്രാപിക്കുകയല്ല. സ്വരൂപമേ ബ്രഹ്മമായിരിക്കെ അതിനെ പ്രാപിക്കുന്നതാരാണ്? സ്വരൂപത്തെ മറയ്ക്കുന്ന ആവരണം വിഷയാസക്തിയാകുന്നു. അത് അന്ധകരണ വികൃത രൂപമാണ്. അതിനെ നിരോധിക്കുന്നത് തന്നെ യോഗം കൊണ്ടുള്ള പ്രയോജനം. ആസക്തി നിരോധം യോഗത്താൽ സിദ്ധമായാൽ മേഘങ്ങളുടെ ആവരണം നീങ്ങുമ്പോൾ സൂര്യനെ എന്ന പോലെ ബ്രഹ്മം സ്വയമേവ വിളങ്ങുന്നു. ജ്ഞാനമേകം പരാചീനൈരിന്ദ്രിയൈർ ബ്രഹ്മനിർഗുണം അവഭാത്യർത്ഥരൂപേണ ഭ്രാന്ത്യ ശബ്ദാദിധർമ്മിണ. നേത്രാദികളായ ഇന്ദ്രിയങ്ങളിൽ കൂടെ പുറമേ പ്രസരിക്കുന്ന മനോവൃത്തി ഹൃദയാന്തർവർത്തിയും സത്വാദികളായ ഗുണങ്ങളിൽ നിന്ന് അതീതവുമായ ജ്ഞാനത്തെ സർവാത്മാവായും സർവസ്വരൂപമായും അറിയുന്നില്ല. ശബ്ദാദികളായ ധർമ്മങ്ങളോടുകൂടിയ ആകാശാദി പഞ്ചഭൂതങ്ങളായിട്ട് കാണപ്പെടുന്നത് സർവവും ഏകമായ ജ്ഞാനമാണെന്ന് അറിയുന്നില്ല. ശബ്ദാദി വിഷയങ്ങളും അവയുടെ ആശ്രയമായ പഞ്ചഭൂതങ്ങളും അവയുടെ സമ്മേളനത്താൽ ഉണ്ടായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും ജ്ഞാനാൽ ഭിന്ന വസ്തുക്കളാണെന്ന് തെറ്റായിട്ട് ധരിക്കുന്നു. അപ്പോൾ ദേവൻ, മനുഷ്യൻ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവ വെവ്വേറെ എന്ന് തോന്നുന്നു. ആ വക ശരീരങ്ങളിൽ ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിക്കുന്നു. ഈ അഭിമാനം നിമിത്തം ജീവാത്മാവിന് ബന്ധനം ഭവിക്കുന്നു. അതിനാൽ ഭേദഭാവത്തെ നിരോധിപ്പാനുള്ള യത്നം മോക്ഷേച്ഛയുള്ള പുരുഷനാൽ കർത്തവ്യം തന്നെ. പഞ്ചഭൂതാത്മക ദേഹവും ലോകവും ഏകമായ ജ്ഞാനസ്വരൂപത്തിൻ്റെ രൂപഭേദമാണെന്നുള്ള സ്വാനുഭവം തന്നെ ബ്രഹ്മസാക്ഷാത്കാരമെന്ന് പറയപ്പെടുന്നത്. മനോവൃത്തി ഇന്ദ്രിയങ്ങളിൽ കൂടെ ബാഹ്യപദാർത്ഥങ്ങളെ ജ്ഞാനഭിന്നങ്ങളായിട്ട് തെറ്റായി ധരിക്കുന്നതിനെ നിരോധിക്കുവാനുള്ള യത്നം യോഗാഭ്യാസം പ്രബലപ്പെടുമ്പോൾ ഭ്രമം നശിക്കുന്നു, സ്വാത്മാനുഭൂതി ഉണ്ടാകുന്നു. അതുകൊണ്ട് മുമുക്ഷുക്കൾ ബ്രഹ്മനിവൃത്തിക്കായി പ്രയത്നിക്കുക തന്നെ വേണം. ഏതാമഹാനഹം രൂപസ്ത്രിവൃത് പഞ്ചവിധസ്വരാട് ഏകാദശവിധസ്തസ്യ വപുരണ്ഡം ജഗദ്യതഃ. അന്യാപേക്ഷ കൂടാതെ എന്നെന്നും പ്രകാശസ്വരൂപമായും അന്യങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമായും ഇരിക്കുന്നതിനാൽ സമഷ്ടി സ്വരൂപനായ പരമേശ്വരന് സ്വരാട് എന്ന പേർ. ഏകമായ ആ പരമതത്വം ആദ്യം മഹത്തത്വമായിട്ടും പിന്നെ അഹങ്കാരമായിട്ടും
സത്വരജസ്തമോ ഗുണങ്ങളുടെ സമഷ്ടിരൂപമായും ആകാശാദി പഞ്ചമഹാഭൂതങ്ങളായിട്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സ് എന്നിങ്ങനെ 11 ലോകത്തിൽ കാണപ്പെടുന്നു. ഈ കാണുന്ന സകലത്തിലും വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് പരമേശ്വരൻ സമഷ്ടി സ്വരൂപനും ബ്രഹ്മാണ്ഡാത്മകമായ ലോകം ഓരോന്നും വൃഷ്ടിസ്വരൂപവും പരമേശ്വരൻ്റെ ശരീരവുമാകുന്നു. ഏതദ്വൈ ശ്രദ്ധയാ ഭക്ത്യാ യോഗാഭ്യാസേന നിത്യശഃ സമാഹിതാത്മോ നിസ്സംഗോ വിരക്ത്യാ പരിപശ്യതി. സർവപദാർത്ഥങ്ങളായി കാണപ്പെടുന്നത് പരമാർത്ഥ തത്വമായ ബ്രഹ്മമായിരിക്കെ ഭേദഭാവനയ്ക്ക് കാരണമില്ലാത്തതാകുന്നു. അതിന് വിരോധമായിട്ട് ഓരോന്നും വെവ്വേറെയുള്ള ഭ്രമം ആർക്കുണ്ടാകുന്നുവോ അവരുടെ ആ ഭ്രമത്തെ നിരാകരിക്കുന്നതിന് പരിശ്രമം ആവശ്യമാകുന്നു. ശാസ്ത്രവാക്യത്തിൽ വിശ്വാസം, സർവേശ്വരനിൽ പരമപ്രേമ ലക്ഷണമായിരിക്കുന്ന ഭക്തി, യമനിയമാദികളായിരിക്കുന്ന 8 അംഗങ്ങളോടുകൂടിയ യോഗത്തിൻ്റെ നിരന്തരാഭ്യാസം, വിഷയങ്ങൾ ദോഷസ്ഥാനങ്ങളാണെന്നുള്ള ദർശനരൂപമായ വിരക്തി എന്നീ സാധനങ്ങളുടെ സഹായത്താൽ ഇന്ദ്രിയങ്ങളെയും അവയിൽ കൂടെ ചലിക്കുന്ന മനസ്സിനെയും അടക്കുകയും വിഷയാസക്തിയെ നിശേഷം വിടുകയും ചെയ്യുമ്പോൾ സർവാത്മകമായിരിക്കുന്ന തത്വം ബ്രഹ്മം ഒന്നുതന്നെ എന്നുള്ള ദർശനമുണ്ടാകും. ഇത്യേതത് കഥിതം ഗുർവീ ജ്ഞാനം തദ്ബ്രഹ്മദർശനം ഏനാനുബുധ്യതേ തത്വം പ്രകൃതേ പുരുഷസ്യജ. ഹേ പൂജ്യയായ മാതാവേ, ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായിരിക്കുന്നതും ഉപനിഷത്തുക്കളിൽ പ്രതിപാദിച്ചിരിക്കുന്നതിൽ നിന്ന് ഭേദിക്കാതിരിക്കുന്നതുമായ ജ്ഞാനസ്വരൂപം ഇപ്രകാരം എന്നാൽ പറയപ്പെട്ടു. ഇതിനെ നന്നായി ധരിക്കുമ്പോൾ പ്രകൃതിയുടെയും പുരുഷൻ്റെയും പരമാർത്ഥ നില എന്താണെന്ന് ക്രമത്തിൽ അറിയും. ജ്ഞാനയോഗശ്ച മന്യിഷ്ടോ നൈർഗുണ്യോ ഭക്തിലക്ഷണഃ ദ്വയോരപ്യേക ഏവാർത്ഥോ ഭഗവശബ്ദലക്ഷണഃ. ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നീ 2 യോഗങ്ങളുടെയും ഫലം ഒന്നുതന്നെ. ഒന്ന് മറ്റൊന്നിനേക്കാൾ ഉത്കൃഷ്ടമെന്നോ നികൃഷ്ടമെന്നോ ശങ്കിപ്പാൻ അവകാശമില്ലെന്ന് കാണിക്കുന്നു. എന്നിൽ പര്യവസാനത്തോടുകൂടി നിർഗുണ ജ്ഞാനയോഗവും എന്നിൽ പരമപ്രേമത്തോടുകൂടിയിരിക്കുന്നതായ ഭക്തിയോഗവും എൻ്റെ രൂപത്തെ സാധകന് ബോധിപ്പിക്കുന്നതായ ഒരേ ബലത്തെ സാധിപ്പിക്കുന്ന 2 മാർഗങ്ങളെന്ന് മാത്രമല്ലാതെ ഒന്നിന് മറ്റൊന്നിനേക്കാൾ ഉച്ചനീചഭാവമില്ല. സാങ്ക്യമെന്നും യോഗമെന്നും പറയപ്പെടുന്ന 2 മാർഗങ്ങളിൽ ഏതൊന്നിനെ ആശ്രയിച്ചിരുന്നാലും ലഭിക്കുന്ന സ്ഥാനം ഒന്നുതന്നെയാകുന്നു എന്ന് ഗീതയും അനുവദിക്കുന്നു. രുചിഭേദത്തെ അനുസരിച്ച് ആർക്ക് ഏതിലിഷ്ടമോ അതിനെ സ്വീകരിക്കാം. ഒരേ സ്ഥാനത്തിൽ ചേരുവാനുള്ള 2 മാർഗങ്ങൾ എന്ന് മാത്രമേ വിചാരിക്കേണ്ടതുള്ളൂ. ഏതുവഴി എളുപ്പമെന്ന് ഏതൊരുവന് തോന്നുന്നുവോ ആ പുരുഷൻ ആ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചു കൊള്ളട്ടെ. 2 പേരും പരമപ്രാപ്യസ്ഥാനത്തിൽ വന്നുചേരും. യഥേന്ദ്രിയൈ പൃഥഗ്ദ്വാരൈരർത്ഥോ ബഹുഗുണാശ്രയഃ ഏകോ നാനായതേ തദ്വദ് ഭഗവാൻ ശാസ്ത്രവർത്തഭിഃ. രൂപം, രസം, ഗന്ധം, സ്പർശം എന്ന ബഹുഗുണങ്ങളുടെ ആശ്രയമായിരിക്കുന്ന ഒരേ പദാർത്ഥത്തെ ഓരോ ഇന്ദ്രിയങ്ങൾ ഓരോ വിധം ധരിക്കും. മധുരരസമുള്ള ശർക്കര എന്ന് വിചാരിക്കാം. ആ ഒരു പദാർത്ഥത്തെ നേത്രേന്ദ്രിയം ശർക്കര കറുത്തിരിക്കുന്നു, വെളുത്തിരിക്കുന്നു എന്നും, നാസിക എന്ന ഇന്ദ്രിയം സുഗന്ധമായിരിക്കുന്നു, ദുർഗന്ധമായിരിക്കുന്നു എന്നും, ത്വഗിന്ദ്രിയം മൃദുവായിരിക്കുന്നു, പരുഷമായിരിക്കുന്നു എന്നും, രസനേന്ദ്രിയം മധുരമായിരിക്കുന്നു, ചവർപ്പായിരിക്കുന്നു, പുളിപ്പായിരിക്കുന്നു എന്നും ബഹുവിധത്തിൽ ധരിക്കുന്നു. അതുപോലെ ഏകനായിരിക്കുന്ന ഭഗവാനെ ശാസ്ത്രങ്ങൾ അനേക വിധത്തിൽ പറയുന്നു. ജ്ഞാനിയായവൻ ഭഗവാൻ ഗുണാതീതനെന്നും ഭക്തനായവൻ ഭഗവാൻ അനന്തകല്യാണ ഗുണവാൻ എന്നും പറയുന്നു. 2 വാദവും സത്യം തന്നെ. ക്രിയയാ ക്രതുഭിർദാനൈസ്തപയ സ്വാധ്യായമർശനൈഃ ആത്മേന്ദ്രിയജയേനാഭി സന്യാസേന ച കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവ ഹി ധർമ്മേണോഭയചിഹ്നേന യപ്രവൃത്തിനിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ച ഈയതേ ഭഗവാനേഭിഃ സഗുണോ നിർഗുണസ്വദൃക്. കുളം, കിണർ മുതലായവ ഉണ്ടാക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന പൂർത്താദികളായ ക്രിയ കൊണ്ടും അനേകവിധങ്ങളായ യാഗങ്ങൾ കൊണ്ടും തുലാപുരുഷാദി ദാനങ്ങൾ കൊണ്ടും കൃച്ഛ്രം, ചാന്ദ്രായണം മുതലായ വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നതായ തപസ്സുകൊണ്ടും വേദാധ്യയനം, വേദാർത്ഥ വിചാരം എന്നിവ കൊണ്ടും അന്ധക്കരണങ്ങളെ ജയിക്കുന്നതായ ശമം, ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതായ ദമം എന്നിവ കൊണ്ടും വർണ്ണാശ്രമോചിതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതെല്ലാം ഭഗവത് പ്രീതിക്കായി സമർപ്പിക്കുന്നതുകൊണ്ടും യമനിയമാദികളായ 8 വിധ ഭേദങ്ങളോടുകൂടിയ യോഗങ്ങളെ അനുഷ്ഠിക്കുന്നതുകൊണ്ടും പരമപ്രേമലക്ഷണമായ ഭക്തിയോഗം കൊണ്ടും
വിഷയങ്ങളിൽ രാഗമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതായ സകാമ കർമാനുഷ്ഠാനം കൊണ്ടും വിഷയാസക്തി നിശേഷം നശിച്ചിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതായ നിഷ്കാമ കർമാനുഷ്ഠാനം കൊണ്ടും പ്രവൃത്തിമാർഗത്തിലും നിവൃത്തിമാർഗത്തിലും ആത്മാവിൻ്റെ തത്വത്തെ അറിയുന്നതിനാലും സ്ഥിരമായ വൈരാഗ്യത്താലും ഈ എല്ലാവിധങ്ങളായ ഉപായങ്ങളാലും ഓരോരുത്തർ അവരവരുടെ അധികാരത്തിന് ഉപയോഗപ്പെടുന്നതായ ഏതൊരു മാർഗത്തെ ആശ്രയിച്ചാലും സകല കല്യാണ ഗുണപരിപൂർണനും എല്ലാ ഗുണങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നവനും സ്വയമേവ പ്രകാശിക്കുന്നവനുമായ ഏകനായ ഭഗവാനെ പ്രാപിക്കുന്നു. സകാമത്താൽ പ്രാപിക്കുന്ന സ്വർഗാദി ലോകങ്ങളും ഭഗവത് രൂപങ്ങളാകയാൽ ആ മാർഗം സ്വീകരിക്കുന്നവരും ബഹുജന്മങ്ങൾ കൊണ്ട് മുക്തന്മാരായി വരും. പ്രാവോജം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം കാലസ്യ ജ അവ്യക്തഗദേഹേ അന്തർധാവതി ജന്തുഷു. സകാമം, നിഷ്കാമം, സഗുണം, നിർഗുണം എന്ന ഭേദത്താൽ 4 വിധത്തിലിരിക്കുന്ന ഭക്തിയോഗത്തിൻ്റെയും സകല ചരാചരങ്ങളുടെയും അന്തർഭാഗത്തിൽ പ്രവേശിച്ച് അസ്പഷ്ടമായ ചേഷ്ടയോടുകൂടിയ കാലത്തിൻ്റെയും സ്വരൂപത്തെ ഞാൻ അവിടത്തോട് വേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞു. ജീവസ്യ സംസൃതിർബഹ്വീർ അവിദ്യാകർമ്മനിർമ്മിതാഃ യാ സ്വംഗപ്രവശന്നാത്മാ ന വേദഗതിമാത്മനഃ. അജ്ഞാനം നിമിത്തം ദേഹേന്ദ്രിയാദികളിൽ അഭിമാനത്തോടുകൂടെ നടത്തുന്ന കർമ്മങ്ങളുടെ ബലഭൂതങ്ങളായിട്ട് ജീവാത്മാവിന് അനുഭവിപ്പാൻ ഇടവരുന്ന ബഹുവിധങ്ങളായ സ്വർഗ നരകാദി ലോകങ്ങളെയും അവിടെയുള്ള സുഖദുഃഖ രൂപഭോഗങ്ങളെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ലോകങ്ങളിൽ ദേവമനുഷ്യാദിഭാവങ്ങളെ അഭിമാനിക്കുന്ന ജീവാത്മാവ് തൻ്റെ പരമാർത്ഥമായിരിക്കുന്ന സച്ചിദാനന്ദഭാവത്തെ അറിയാതെ സുഖി ദുഃഖി എന്നുള്ള ഭാവം നിമിത്തം ജന്മമരണാദിരൂപമായ ബന്ധത്തെ അനുഭവിക്കുന്നു. നൈതത്കലായോപദിശേൻ അവീനീതായ കർഹിജിത് ന സ്തബ്ധായ ന ഭിന്നായ നൈവ ധർമ്മധ്വജായ ച. ന ലോലുപായോപദിശേന്ന ഗൃഹാരൂഢചേതസേ ന ഭക്തായ ച മേ ജാതു ന മദ്ഭക്തദ്വിഷാമഭി. പരമദ്രോഹത്തിനൊരുങ്ങിയിരിക്കുന്ന കലന്മാർക്കും ഗുരുവിനെ നമസ്കരിക്കണമെന്നുള്ള ബഹുമാനം ആന്തരമായി ഇല്ലാത്തവനും എനിക്ക് സമനായി ആരിയ്ക്കുന്നുവെന്നുള്ള തള്ളിച്ചയുള്ളവനും ഭേദഭാവനയുള്ളവനും പരന്മാരെ വഞ്ചിപ്പാനുള്ള ഉപായമായിട്ട് താൻ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നവനും വിഷയഭോഗങ്ങളിൽ അധികം ആഗ്രഹമുള്ളവനും സ്ത്രീ, ധനം, ഗൃഹം എന്നിവയിൽ ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനും എന്നിൽ പരമപ്രേമലക്ഷണയായ ഭക്തിയില്ലാത്തവനും എൻ്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർക്കും ഒരിക്കലും ഈ സാംഖ്യശാസ്ത്രത്തെ ഉപദേശിക്കരുത്. ശ്രദ്ധദാനായ ഭക്തായ വിനീതായ നസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ച. ബഹിർജാതവിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മത്സരായ ശുചയേ. പറയുന്നതിനെ വിശ്വസിക്കുന്ന സ്വരൂപത്തോടുകൂടിയ ശ്രദ്ധയും ഉപദേഷ്ടാവിൽ ഭക്തിയും വിനയവും പരഗുണങ്ങളിൽ ദോഷത്തെ ആരോപിക്കുന്നതായ അസൂയ ഇല്ലായ്മയും ഭൂതങ്ങളിൽ മിത്രഭാവവും കേൾക്കുന്നതിൽ പ്രീതിയും ബാഹ്യവിഷയങ്ങളിൽ വിരക്തിയും ആത്മാനുസന്ധാനത്തിൽ സാവധാനമായിരിക്കുന്ന മനസ്സും പരോത്കർഷത്തിൽ സന്തോഷവും സദാചാര നിഷ്ഠാരൂപമായ ശുദ്ധിയും എന്നിൽ സർവോപരിയായിട്ടുള്ള പ്രേമവും ഉള്ളവന് ഉപദേശിച്ചു കൊള്ളുക. യൈദം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷ സകൃത് യോ വാഭിദത്തേ മച്ചിത്തഃ സഹ്യേതി പദവീം ചമേ. ഹേ അംബ, യാതൊരുവൻ എന്നിൽ ഉറപ്പിച്ചിരിക്കുന്ന മനസ്സോടും ശ്രദ്ധയോടും കൂടെ ഇതിനെ ഒരിക്കൽ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നുവോ അവൻ എൻ്റെ പദവിയെ പ്രാപിക്കുന്നു നിശ്ചയം. 32-ാമത്തെ അധ്യായം സമാപിച്ചു. 33-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.